സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരിയിലെ അശരണർക്കും നിർധനർക്കും താങ്ങായി ബലേബേഷ് ചാരിറ്റബിൾ കൂട്ടായ്മയുടെ പ്രതിമാസ സഹായ വിതരണം നടന്നു. 10 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ മാർച്ച് മാസത്തെ ഭക്ഷ്യക്കിറ്റുകളുടെയും മരുന്ന് വിദ്യാഭ്യാസ ധനസഹായങ്ങളുടെയും ഉദ്ഘാടനം പ്രമുഖ വ്യവസായി ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളാൽ സജീവമായ ബലേബേഷ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാർച്ച് മാസത്തെ കിറ്റ് വിതരണമാണ് തിങ്കളാഴ്ച നടന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതമെന്നും അത് തിരിച്ചറിഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നും ആത്മവിശ്വാസം പകർന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പല സ്ഥലത്തും പോയി ഉദ്ഘാടനം ചെയ്ത പല ചാരിറ്റി സംഘടനകളും നിലവിലില്ല, പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റലും പുട്ടടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ കാശ് അടിച്ചു മാറ്റില്ല, കൊടുക്കുന്നതിലധികം അടിച്ചു മാറ്റില്ല, കുറെ കഴിഞ്ഞ ദിവസം പോകും. അപ്പൊ ശരിയല്ലാത്ത ആൾക്കാര് നടത്തുന്ന എന്ത് പരിപാടിയും ഇതുപോലെയുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിന്നു പോകും. സത്യസന്ധമായ ടീം ഉദ്ദേശശുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്നത് മാത്രമേ 10 വർഷം നിന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് അന്ധമായിട്ട് വിശ്വസിക്കാം ഇതാണ്. അല്ലെങ്കിൽ നിന്ന് പോകും, കൈയിട്ട് വാരി പിന്നെ കൈയിട്ട് വാരണതിന്റെ കോമ്പറ്റീഷൻ ആയിരിക്കും. അവസാനം പാവങ്ങൾക്കൊന്നും കിട്ടില്ല, അടിച്ചു പിരിഞ്ഞ കേസും കൂട്ടൊക്കെ ആയിട്ട് തീരും. എന്നതുകൊണ്ട് തന്നെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. വലിയൊരു വിഷനാണ്. അത്രയും വലിയൊരു സ്ട്രോങ് മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ സമയം മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് ഇതിനൊക്കെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതും ഇതിൽപ്പെട്ട മെമ്പേഴ്സ് പലരും കാശുകാരോ കോടീശ്വരന്മാരോ അല്ല. കാശുള്ളവർക്ക് കൊടുക്കാൻ എത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അല്ലാതെ നിൽക്കുന്നത് സമയം ചെലവഴിച്ചിട്ടൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള, നിങ്ങൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുക. അറിവ് കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് പൂർണ്ണമായി ശരിയായ സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കുകയോ എന്ന രഹസ്യം, എന്ന അറിവ് നമ്മളിൽ ഉണ്ടാവണം. ഇതിനൊപ്പം ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാരണങ്ങളല്ല. 57 ജ്വല്ലറിയും ബാങ്കും സ്ഥാപനങ്ങളും അല്ലെങ്കിൽ റോൾസ് റോയ്സ് 10-25 വർഷം മുമ്പ് ആദ്യമായിട്ട് ഹെലികോപ്റ്റർ റോൾസ് റോയ്സ് തുടങ്ങി ഒരുവിധ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ എല്ലാം ലഭിച്ച വ്യക്തിയാണ്. 10-30 വയസ്സാകുമ്പോഴേക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് മുമ്പോട്ട് പോയി. പക്ഷെ ഇതുകൊണ്ടൊന്നല്ല എന്ന് മനസ്സിലായി. ശരിയായ സന്തോഷത്തിന് ഒരറിവ് മാത്രമേ ഉള്ളൂ. അത് ഇതൊന്നുമല്ല. അതിൻ്റെതായ സുഖങ്ങളുണ്ട്. അത് we just born to die. നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ചവരാണ്. ജനനം മരണം അതിനിടയിലുള്ള ഒരു ചെറിയ സമയമാണ് നമുക്ക് എല്ലാവർക്കും, എത്ര വലിയവർക്കും ചെറിയവർക്കും ഒക്കെ അത് മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ സമയം നമ്മൾ പരാതികളില്ലാതെ സന്തോഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നത് മാത്രമാണ്. ബലേബേഷ് ചാരിറ്റബിൾ ടീം അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ KK അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബാബു പൂക്കുന്നത്ത്, പ്രസിഡന്റ് ഫഹദ് എന്നിവർ ചേർന്ന് ബോബി ചെമ്മണ്ണൂരിനെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സുജേഷിനെ ബോബി ചെമ്മണ്ണൂർ പ്രത്യേകം ആദരിച്ചു. ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ബലേബേഷ് അംഗം വിജിത പുന്നമ്പറമ്പ്, വ്യവസായി സലാം CP, പ്രോഗ്രാം കോർഡിനേറ്റർ നസീർ സീനാലയം തുടങ്ങിയവർ സംബന്ധിച്ചു. അർഹരായ നിരവധി കുടുംബങ്ങൾക്കാണ് ഈ മാസം ധനസഹായവും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തത്.
അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാറുണ്ട്. ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് കിട്ടിയില്ല, അങ്ങനെയൊക്കെ 7000-ലധികം അപേക്ഷകളുണ്ട്. അത് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 5000 കോടി വേണം. ഒന്നും നടപടിയാവില്ല. മരുന്ന്, ഭക്ഷണം, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ദിവസേന കോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്ന് തന്നാൽ നാളെ കിട്ടും എന്നാണ് എല്ലാവരും ആഗ്രഹവും പ്രതീക്ഷ. അങ്ങനെ കിട്ടാണ്ടാവുമ്പോൾ നെഗറ്റീവ് അടിക്കരുത് എന്ന് പറയാണ്. താങ്ക് യു വെരി മച്ച്. You are watching VCV News.